മനുഷ്യൻ്റെ അടിസ്ഥാനപരമായ സ്വഭാവത്തെപ്പറ്റി നമ്മൾ പരിശോധിക്കുമ്പോൾ ആധിപത്യവും അധിനിവേശവും അന്തർലീനമാണ്. ഈ ആധിപത്യവും അധിനിവേശവും നടപ്പിലാക്കാൻ സ്ഥാപിച്ചെടുക്കുന്നതിന് വേണ്ടിയിട്ട് എപ്പോഴും പ്രകൃതി ശക്തികളെയും ഒക്കെ കാണിച്ച് മറ്റ് സഹജീവികളെ ഭയപ്പെടുത്തി തൻ്റെ അധികാരം ഉറപ്പിക്കുകയാണ് അതിൽ സവിശേഷമായിട്ടുള്ള ചില ബൗദ്ധിക മേധാവിത്വമുള്ള ആളുകൾ ചെയ്തു പോന്നിരുന്നത്. പിന്നീട് ഒരു കുടുംബത്തിൽ തന്നെ ഇതിങ്ങനെ ചെയ്തു പോരുകയും ഒപ്പം അതിൻ്റെ സമ്പത്തും മറ്റ് അധികാര കേന്ദ്രങ്ങളും എല്ലാം തൻ്റെ അധികാരത്തിന് കീഴിലായി കഴിയുമ്പോൾ അത് തൻ്റെ തലമുറകളിലേക്ക് നിലനിർത്തി പോരുക എന്ന ഒരു കാഴ്ചപ്പാടിലാണ് പിന്നീടുള്ള മനുഷ്യൻ്റെ പ്രവർത്തനങ്ങളെല്ലാം. അത്തരത്തിലുള്ള മനുഷ്യൻ്റെ പ്രവർത്തനങ്ങളെ അടിസ്ഥാനമാക്കി തന്നെയാണ് പലതരത്തിലുള്ള പുരാണങ്ങളും ഇതിഹാസങ്ങളുമെല്ലാം നമ്മുടെ സമൂഹത്തിൽ പണ്ടുണ്ടായി വന്നിട്ടുള്ളത്. ഇന്നും അത്തരം അധിനിവേശത്തിൻ്റെയും ആധിപത്യത്തിൻ്റെയും സ്വഭാവത്തിന് കാര്യമായ ഒരു മാറ്റവും വന്നിട്ടില്ല എന്നുള്ളതാണ് വളരെ സത്യസന്ധമായ കാര്യം. കാരണം എല്ലാ മനുഷ്യരും ആധിപത്യത്തിന് വേണ്ടി അവൻ പലതരത്തിലുള്ള സിദ്ധാന്തങ്ങളും പലതരത്തിലുള്ള കായിക ശേഷികളും എല്ലാം വിനിയോഗിക്കാറുണ്ട്. പിന്നീട് ആയുധങ്ങൾ ഉപയോഗിച്ച് മറ്റൊരുത്തിനെ ഭീഷണിപ്പെടുത്തി നിർത്തുക, അല്ലെങ്കിൽ കൊല ചെയ്തുകൊണ്ട് തൻ്റെ ആധിപത്യം ഇത്തരം മത്സരങ്ങളാണ് ലോക ചരിത്രത്തിൽ എല്ലായിടത്തും കണ്ടിട്ടുള്ളത്. അതായത് ആധിപത്യത്തിന് വേണ്ടിയിട്ടുള്ള യുദ്ധം, അതിലൂടെ സമ്പത്തിൻ്റെ അധികാരം നിലനിർത്തുക എന്നുള്ളത്. ഇങ്ങനെ ഇത് നിലനിർത്തുന്നതിൻ്റെ ഭാഗമായിട്ടാണ് ഇവിടെ മനുഷ്യനെ പല ജാതി വിഭാഗങ്ങളായിട്ടും ഗോത്ര വിഭാഗങ്ങളായിട്ടും മതവിഭാഗങ്ങളായിട്ടും എല്ലാം തരംതിരിക്കപ്പെടുകയും വിഭജിക്കപ്പെടുകയും ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇത്തരം വിഭജനത്തിനെതിരെയാണ് പിന്നീട് നവോത്ഥാന പ്രവർത്തനം അല്ലെങ്കിൽ ഒരു സമൂഹത്തിൻ്റെ നവീകരണ പ്രവർത്തനം എന്നുള്ള ലക്ഷ്യത്തിൽ പല തരത്തിലുള്ള സാമൂഹ്യ പ്രസ്ഥാനങ്ങൾ ഉണ്ടായി വന്നിട്ടുള്ളത്. ആ സാമൂഹ്യ പ്രസ്ഥാനങ്ങൾ ഉണ്ടായി വരുമ്പോൾ അവർക്ക് അവരുടേതായ ഒരു ലക്ഷ്യവും അടിസ്ഥാനപരമായിട്ട് ഇതിൽ നിന്ന് മാറ്റമില്ലാത്തതാണ്. കാരണം ആധിപത്യം തന്നെയാണ് അവരും പ്രകടിപ്പിച്ചിട്ടുള്ളത്. അതുകൊണ്ട് തന്നെയാണ് സമൂഹത്തിൽ പലതരത്തിലുള്ള നവീകരണ പ്രവർത്തനങ്ങളായി വന്നിട്ടുള്ള പലതരത്തിലുള്ള വിപ്ലവങ്ങൾക്കും അതിൻ്റെ ഉദ്ദേശ ലക്ഷ്യങ്ങളിൽ നിന്ന് അല്ലെങ്കിൽ പ്രഖ്യാപിത ലക്ഷ്യങ്ങളിൽ നിന്ന് അവർക്ക് പിന്നോട്ടടിക്കുകയും അവർ പഴയതുപോലെ തന്നെയുള്ള ഒരു സ്വേച്ഛാധിപത്യ പ്രവർത്തനത്തിൻ്റെ ഭാഗമായി മാറിയിട്ടുള്ളതും എന്നത് വളരെ വ്യക്തമാണ്. അപ്പോൾ മനുഷ്യ ചരിത്രത്തിൽ അവർ തന്നെ ഉണ്ടാക്കിയിട്ടുള്ള ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും ഇത് എല്ലാ കാലഘട്ടത്തിലും ഇങ്ങനെ നവീകരിക്കപ്പെടുകയും അതിന് എതിരെ ഉള്ള ഒരു നവീകരണ പ്രവർത്തനം അല്ലെങ്കിൽ അതിനെ മാറ്റിത്തീർക്കണമെന്നുള്ള ആവശ്യപ്പെട്ടുകൊണ്ടുള്ള പ്രവർത്തനം ഇതെല്ലാമാണ് നിരന്തരമായി ഇവിടെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അത്തരത്തിൽ ഇന്ത്യയിലും കേരളത്തിലും ലോകത്തെമ്പാടും അത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾ ഇങ്ങനെ നടന്നിട്ടുണ്ട്. ഇതിനെ നമുക്ക് നവോത്ഥാനം എന്ന പേരിലും വിപ്ലവ പ്രവർത്തനങ്ങൾ എന്ന പേരിലും ഒക്കെയാണ് എല്ലാവരും വിവക്ഷിക്കുകയും എല്ലാവരും വ്യാഖ്യാനിക്കുകയും ഒക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. യൂറോപ്പിലും ഇന്ത്യയിലുമൊക്കെ നവോത്ഥാന പ്രവർത്തനങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അത് ഇവിടെ ഇത്തരത്തിൽ ചില ആചാരാനുഷ്ഠാനങ്ങൾ രൂപീകരിച്ച് ജീവിച്ചു പോകുന്ന ഒരു സമൂഹത്തിൻ്റെ ആധിപത്യ സ്വഭാവത്തെ അതിന് വിധേയമായി നിൽക്കേണ്ടി വന്നിരുന്നവരിൽ ഒരു വിഭാഗം ആളുകൾ അതിനെ ചോദ്യം ചെയ്യാൻ തയ്യാറായി. സമൂഹത്തിൻ്റെ മൊത്തത്തിലുള്ള ആളുകൾക്ക് എല്ലാ വിധത്തിലുള്ള സ്വാതന്ത്ര്യങ്ങളും അവകാശങ്ങളും ആവശ്യപ്പെട്ടുകൊണ്ടുമൊക്കെയാണ് ഇത്തരത്തിലുള്ള സമരങ്ങൾ ഉയർന്നു വന്നിരുന്നത്. ഇതിൽ കേരളത്തിലേക്ക് വരുമ്പോൾ കേരളത്തിലും ഇത്തരത്തിലുള്ള ജാതീയമായിരിക്കുന്ന വൈജാത്യങ്ങൾക്കെതിരെ സമരങ്ങളുണ്ടായി, നവോത്ഥാന പ്രവർത്തനങ്ങൾ ശക്തമായി. അത്തരം പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുത്തിരുന്നവരെ തന്നെ പിന്നീട് ഈ അത്തരം പ്രസ്ഥാനങ്ങളുടെ നേതൃത്വത്തിലേക്ക് അല്ലെങ്കിൽ ഉണ്ടാക്കിയിട്ടുള്ള സാമൂഹ്യ പരിവർത്തനത്തിന് വേണ്ടി ഉണ്ടാക്കപ്പെട്ടിട്ടുള്ള സംഘടനാ രൂപങ്ങളിലൂടെ കടന്നു വന്നവർ വീണ്ടും പഴയ ആചാരങ്ങളുടെയും അനുഷ്ഠാനങ്ങളുടെയും പ്രതിരൂപങ്ങളായിട്ട് ഈ പറയുന്ന നവോത്ഥാന നായകരെ പ്രതിഷ്ഠിക്കുകയും ചെയ്തു എന്ന വളരെ ദയനീയമായ
അല്ലെങ്കിൽ വളരെ നികൃഷ്ടമായ ചരിത്രവും കൂടി മലയാളിക്ക് ഇവിടെ പങ്കുവയ്ക്കാനായിട്ടുണ്ട് എന്നതാണ്. അപ്പം ആചാരത്തിൻ്റെ അനുഷ്ഠാനത്തിൻ്റെ പുതിയ പതിപ്പുകളുടെ പ്രതീകങ്ങളായി ഇവരെ മാറ്റി തീർത്തിരിക്കുന്നു. ഇപ്പോൾ ഏറ്റവും കൂടുതൽ നമ്മുടെ സമൂഹത്തിൽ ചർച്ച ചെയ്യപ്പെടുന്നതും നവോത്ഥാനമാണ്. പണ്ടിവിടെ ഉണ്ടായിരുന്നു എന്ന് പറയുന്ന ദുരാചാരങ്ങളുടെ പേരിൽ ഇന്നത്തെ സമൂഹത്തിൽ ജീവിക്കുന്ന, ഇതിനോടൊന്നും അങ്ങനെയൊന്നും പ്രവർത്തിക്കാൻ തയ്യാറല്ലാത്തതോ അല്ലെങ്കിൽ അങ്ങനെ താല്പര്യമില്ലാതെ എപ്പോഴും പുരോഗമന പക്ഷത്ത് നിൽക്കുന്നവരെ പോലും പൂർവ്വകാല ചരിത്രത്തിൻ്റെ പേരിൽ ശത്രുക്കളുടെ രണ്ട് കളത്തിലാക്കി മാറ്റുന്നതിന് വേണ്ടിയിട്ടുള്ള മത്സര ബുദ്ധിയോടുകൂടിയുള്ള ഒരു പ്രവർത്തനം ഇന്ന് വളരെ ശക്തമായി വരുന്നതായിട്ടാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. അതിനിടയിൽ എപ്പോഴും ശാസ്ത്രവാദികളായിട്ടും യുക്തിവാദികളായിട്ടും ഇംഗ്ലീഷ് വിദ്യാഭ്യാസമാണ് നമുക്ക് ഏറ്റവും ശ്രേഷ്ഠമായ കാര്യങ്ങൾ തന്നുകൊണ്ടിരിക്കുന്നത് എന്ന് പറയുന്നവരും ഉണ്ട്. പക്ഷേ ഇതിനകത്തൊക്കെ ഒരു പ്രശ്നമുണ്ട്. ഇംഗ്ലീഷിനെ ഒരു ഭാഷ എന്നതിനപ്പുറത്ത് അതിന് വലിയ ഫിലോസഫിക്കലായിട്ട് ഒന്നുമില്ല. എല്ലാം ഭാഷ തന്നെയാണ്. ഇപ്പോൾ ചൈനീസ് ഭാഷയായാലും പണ്ട് ഈ സമൂഹത്തിലുണ്ടായിരുന്ന തരത്തിലുള്ള നിരവധി ഭാഷകൾ ഉണ്ടാവുകയും അത് മൃതഭാഷകളായി പോവുകയും ഒക്കെ ചെയ്തിട്ടുണ്ട്. അപ്പം ഈ മൃതഭാഷകളിലും ഉണ്ടായിട്ടുള്ള മറ്റ് ഭാഷകളിലുമൊക്കെ നല്ല സാഹിത്യങ്ങളുണ്ടായിട്ടുണ്ട്, ഫിലോസഫികളുണ്ടായിട്ടുണ്ട്, പഴയ ഫിലോസഫികളുടെ പരിഷ്കൃത രൂപങ്ങളുണ്ടായിട്ടുണ്ട്. അങ്ങനെ ഇതെല്ലാം ഇവിടെ ഉണ്ടായിട്ടുണ്ട് എന്നുള്ളൊരു കാര്യം സത്യമാണ്. അപ്പോഴും ഇംഗ്ലീഷ് പഠിക്കുന്നവൻ ഇച്ചിരി മികച്ചവനാണ് എന്നൊക്കെയുള്ള രീതിയിൽ ചില ചിന്തകളും പ്രചരണങ്ങളും എല്ലാം ഇവിടെ നിലനിൽക്കുന്നുണ്ട്. അങ്ങനെ പറയുന്നതിൽ ഒരു കാര്യവുമില്ല എന്നുള്ളത് ഈ സമൂഹത്തിൻ്റെ ജീവിക്കുന്ന മനുഷ്യരുടെ ജീവിതത്തെ നമുക്കൊന്ന് നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാക്കാൻ കഴിയുന്നതാണ്. പ്രധാനമായിട്ടും സമൂഹത്തിലെ ഉന്നത നിലവാരത്തിൽ വിരാജിക്കുന്ന സാങ്കേതിക വിദഗ്ധർ, അല്ലെങ്കിൽ മറ്റുള്ളവരെ വിദ്യാഭ്യാസം ചെയ്യിപ്പിക്കുന്ന അധ്യാപകർ, അല്ലെങ്കിൽ ഇവിടെ അഡ്മിനിസ്ട്രേഷൻ നടത്തുന്ന അഡ്മിനിസ്ട്രേറ്റീവ് സർവീസുകളിൽ ജോലി ചെയ്യുന്നവരെല്ലാവരും പൊതുവിൽ കാണുന്നത്, അതിൽ വളരെ ന്യൂനപക്ഷമായിട്ട് ആരെങ്കിലും ഒന്നോ രണ്ടോ പേരൊക്കെ വ്യത്യസ്തമായിട്ട് ചിന്തിക്കുന്നു എന്നുള്ള എല്ലാവരും തന്നെ ആചാര അനുഷ്ഠാനങ്ങളിൽ തൻ്റേതല്ലാത്ത, തന്നെ നിയന്ത്രിക്കുന്നതായ ഏതെങ്കിലും ഒരു പ്രത്യേക ദൈവത്തിൽ, അല്ലെങ്കിൽ എൻ്റെ ദൈവം മാത്രമാണ് ഏറ്റവും ശരിയായ ദൈവം എന്ന് വിശ്വസിക്കുന്ന ഒരു ചിന്താ പഥത്തിൽ ഒക്കെ എത്തപ്പെട്ടിരിക്കുന്ന മനുഷ്യരെയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. അപ്പം അതേസമയം ഒത്തിരി ദൈവങ്ങളുണ്ട്. എനിക്കൊരു ദൈവം ഉണ്ടാക്കാം, നിങ്ങൾക്കൊരു ദൈവം ഉണ്ടാക്കാം, നമ്മുടെ ദൈവങ്ങളെല്ലാം ഒരേ ദൈവമാണ്, നമുക്കിഷ്ടമുള്ള രീതിയിൽ ആരാധിക്കാം എന്ന്. അതായത് ഉദാഹരണം ഓഷോ പറയുന്നുണ്ട്, ഒരു മദ്യക്കുപ്പി എടുത്ത് മുന്നിൽ വെച്ചിട്ട് ഇത് ദൈവമാണ്, അല്ലെങ്കിൽ ഇതിൽ ഓം നമ ശിവായ എന്ന് നമ്മൾ ഭജിച്ചു കഴിഞ്ഞാൽ അതങ്ങനെ തന്നെ നമുക്ക് തോന്നും എന്ന് പറയുന്നത് പോലെ മാത്രമേ ഉള്ളൂ ഈ പറയുന്ന ഏതൊരു തരത്തിലുള്ള വിശ്വാസവും. അതല്ലാതെ എൻ്റെ വിശ്വാസം മാത്രമാണ് ശരിയായ വിശ്വാസം എന്നല്ല. എല്ലാ വിശ്വാസങ്ങളും ഒരു വിശ്വാസിയുടെ മാനസികാവസ്ഥയെ നിലനിർത്തുന്നു എന്നുള്ള ഘടകത്തിൽ ശരിയാണ് എന്ന് നമുക്ക് പറയാം. പക്ഷേ സാമൂഹ്യമായ പുരോഗതിക്ക് പലപ്പോഴും ഇവർ പുലർത്തുന്ന ആചാരാനുഷ്ഠാനങ്ങൾ പ്രതിബന്ധമാകുമ്പോഴാണ് അതിനെ തച്ചുടയ്ക്കേണ്ടതും അതിനെ മാറ്റി തീർക്കേണ്ടതും പുതിയ ഒരു സാമൂഹിക ക്രമത്തിലേക്കോ ഒക്കെ നമുക്ക് പരിവർത്തിതരാവേണ്ട ആവശ്യം നിലനിൽക്കുന്നത്. അപ്പോൾ അത്തരത്തിലുള്ള പരിവർത്തിതമായിട്ടുള്ള ആവശ്യങ്ങൾ ഈ സാമൂഹികമായി അപരിഷ്കൃതമായിരിക്കുന്ന അവസ്ഥ. ഇപ്പോൾ പല ചാനലുകളിലും RSSൻ്റെ 100 വർഷം തികയുമ്പോൾ ഇവിടെ സംഭവിക്കാനിടയുള്ള രാഷ്ട്രീയമായിരിക്കുന്ന ഭീതിയെപ്പറ്റിയും ഒക്കെ ഇഷ്ടംപോലെ ചർച്ചകൾ നടക്കുന്നുണ്ട്. പക്ഷേ ഈ ചർച്ചകൾ നടത്തുന്നവരായിക്കോട്ടെ, RSSനെ നഖശിഖാന്തരം എതിർക്കുന്നവരായിക്കോട്ടെ, ഇവർക്കൊക്കെ സംഭവിക്കുന്ന ഒരു കാര്യം പറയാതിരിക്കാൻ വയ്യ. കേവലം വെറുതെ പൂർവ്വകാല ചരിത്രം മാത്രം പറഞ്ഞുകൊണ്ട് ഏതെങ്കിലും ഒരു ആചാരാനുഷ്ഠാനങ്ങളെ നമ്മൾ എതിർക്കുന്നു എന്ന് പറയുന്നത് ഫലത്തിൽ അവരെ എതിർക്കാനോ അവരെ മാറ്റിത്തീർക്കാനോ കഴിയാത്ത, അവരെ നല്ല സമൂഹത്തിൽ ഒരു മാറ്റമുണ്ടാക്കാനോ കഴിയാത്ത അവസ്ഥ സൃഷ്ടിക്കും. എന്നാൽ RSSനെതിരെ പലപ്പോഴും RSSനെതിരെ 2400ഓളം രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ ഇന്ത്യയിൽ സംസാരിക്കുമ്പോഴും RSS വളരെ മെയ്വഴക്കത്തോടുകൂടി അവരുടെ നേതൃഘടകങ്ങളിലേക്കും അല്ലെങ്കിൽ BJP മുഖേന ഇന്ത്യയുടെ ഭരണ സംവിധാനങ്ങളിലേക്കുമൊക്കെ ആളുകളെ മത്സരിപ്പിക്കുമ്പോഴും അതിൻ്റെ നേതൃത്വങ്ങളെ തിരഞ്ഞെടുക്കുമ്പോഴും ഒക്കെ
ഇവരെ എതിർക്കുന്നവർ പറയുന്ന തരത്തിൽ മറ്റ് പാർശ്വവൽക്കരിക്കപ്പെട്ടിരിക്കുന്ന ജനതയുടെ ഒരു പ്രാതിനിധ്യവും കൂടി അവർ ഉറപ്പാക്കുന്നുണ്ട്. ഇന്ത്യയുടെ പാർലമെൻറ്റിനുള്ളിൽ തന്നെ ഏതാണ്ട് 70-ലധികം 70-ലില്ല വേണ്ട അതിൽ കൂടുതലുണ്ട് പാർശ്വവൽകൃത ജനവിഭാഗങ്ങളുടെ പ്രതിനിധികൾ അവിടെ എത്തിയിട്ടുണ്ട് എന്ന് തന്നെയാണ് ഞാൻ കരുതുന്നത്. പ്രത്യേകിച്ച് BJP-യിലൂടെ തന്നെ BJP-യുടെ പക്ഷത്ത് നിന്നുകൊണ്ട് എത്തിയിട്ടുണ്ട് എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. മാത്രവുമല്ല അവരുടെ സംഘടനാ തലത്തിലും അത്തരത്തിലുള്ള ആളുകളെ അവർ പ്രതിഷ്ഠിക്കേണ്ടത്. പ്രത്യേകിച്ച് മണ്ഡൽ കമ്മീഷൻ റിപ്പോർട്ട് VP സിംഗ് നടപ്പിലാക്കിയതായി പ്രഖ്യാപിക്കുകയും അതുമായി വന്നിട്ടുള്ള ചില പ്രശ്നങ്ങളുമായി ബന്ധപ്പെട്ടിട്ടാണ് BJP-യിൽ പ്രകടമായ ഇത്തരം മാറ്റം കണ്ടത്. എന്നാൽ അതേസമയം കോൺഗ്രസിനകത്ത് അത്തരത്തിൽ ഒരു പോസിറ്റീവായിട്ടുള്ള ഒരു ചലനം അവരുടെ നിർവഹണ മേഖലകളിലൊന്നും കാണാൻ കഴിഞ്ഞിട്ടില്ല. ആകപ്പാടെ അവർ KR നാരായണനെ പ്രസിഡൻ്റാക്കി എന്നതും മാത്രമാണ്. പിന്നീട് കോൺഗ്രസിൻ്റെ അപജയ കാലഘട്ടങ്ങളിലെല്ലാം കോൺഗ്രസിനെ നയിച്ചിരുന്നത് ദളിത് പക്ഷത്തു നിന്നുള്ള നേതാക്കന്മാരായിരുന്നു. അപ്പോൾ അതിനകത്ത് വേറൊരു വശമുണ്ട്. അല്ലാത്തപ്പോൾ കോൺഗ്രസിൻ്റെ ഏറ്റവും നല്ല അഭ്യുദയമുള്ള കാലഘട്ടങ്ങളിലെല്ലാം കോൺഗ്രസിനെ നയിച്ചിരുന്നത് ഞങ്ങൾ നെഹ്റു കുടുംബത്തിലുള്ളവരാണ്, അല്ലെങ്കിൽ ഞങ്ങൾ സവർണരാണ് എന്ന് പറയാതെ പറയുന്ന ഒരു രാഷ്ട്രീയ പ്രവർത്തനമാണ് യഥാർത്ഥത്തിൽ കോൺഗ്രസ് നടത്തുന്നത്. ഇനി തിരിച്ച് ഇപ്പോൾ കേരളത്തിലേക്കൊക്കെ വരുമ്പോഴാണെങ്കിൽ തന്നെയും കേരളത്തിലെ CPI CPM പോലുള്ള പാർട്ടികളുടെ ഉന്നത സമിതികളെ നമ്മളൊന്ന് പരിശോധിച്ച് കഴിഞ്ഞാൽ AK ബാലനെ പോലെ പരിണതപ്രജ്ഞനായ ഒരാളെ ഒരിക്കൽ പോലും അവർ പൊളിറ്റ് ബ്യൂറോയിലേക്ക് പോലും പരിഗണിച്ചിരുന്നില്ല എന്നത് നമുക്ക് മനസ്സിലാക്കേണ്ടതാണ്. മാത്രവുമല്ല അവർ ഏതൊരു ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി മുതൽ മുകളിലേക്കുള്ള ഒരു നേതൃഘടകത്തെ പ്രതിഷ്ഠിക്കുമ്പോഴും അവിടെ ആ ലോക്കലിൽ അവർക്ക് ജാതീയമായിട്ടോ മതപരമായിട്ടോ സ്വാധീനം ഉറപ്പിക്കാൻ കഴിയുന്ന സമുദായത്തിൽ നിന്നുള്ള ആളുകളെ അല്ലെങ്കിൽ അങ്ങനെ ഉറപ്പിക്കണമെന്ന് ആഗ്രഹിച്ചുകൊണ്ട് ചെയ്യുന്നതാണ്. അത് മാത്രമല്ല ഒരു ഒരിക്കലും ഇവർക്ക് അങ്ങനെ ഇവരുടെ പാർട്ടികളിലൊന്നും അത്തരത്തിലുള്ള നേതൃത്വത്തെ ഉയർത്തിക്കൊണ്ടു വരാനൊന്നും ഇവർ ബോധപൂർവം ശ്രമിച്ചിട്ടില്ല എന്നുള്ളതും ഒക്കെ നമ്മൾ വിലയിരുത്തുമ്പോൾ RSS മുന്നോട്ട് RSSനെതിരെ പറയുമ്പോൾ RSS സ്വമേധയാ പരിവർത്തിക്കപ്പെടുന്നത് പോലെ മറ്റുള്ള RSSനെ എതിർക്കുന്നവർക്ക് അങ്ങനെ ആകാൻ കഴിയുന്നില്ല എന്ന ഒരു ദുരവസ്ഥ കൂടിയാണ് ഈ സമൂഹം നേരിടുന്നത്. അതായത് RSS വെക്കുന്ന അജണ്ടയ്ക്ക് ചുറ്റും RSSനെതിരെ പറഞ്ഞു കിടന്ന് ചുറ്റിക്കറങ്ങുക എന്നുള്ള ഒരു പ്രവർത്തന പദ്ധതികൾ മാത്രമേ മറ്റുള്ള സംഘടനകൾക്കെല്ലാം ഉള്ളൂ എന്ന് വിലയിരുത്തേണ്ട അവസ്ഥയാണ് നിലവിലുള്ളത്.